PSC based questions Standard 9 Chapter 2 ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. 2. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ എന്താണ് ഉണ്ടാകുന്നത്? ഉത്തരം സംയുക്ത തന്മാത്രകൾ. 3. പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. 4. ഹീലിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ഉത്തരം 2. 5. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. 6. ഹീലിയം ആറ്റത്തിന് എത്ര ഷെല്ലുകൾ ആണുള്ളത്? ഉത്തരം 1 ഷെൽ. 7. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം രാസബന്ധനം. 8. ഏത് ബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നു? ഉത്തരം രാസബന്ധനം. 9. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി അവലംബിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗിൽബർട്ട് എൻ ലൂയിസ്. 10. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. 11. പോസിറ്റീവ് അയോണുകൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം കാറ്റയോണുകൾ. നെഗറ്റീവ് അയോണുകൾക്ക് പറയുന്ന പേര് ഉത്തരം ആനയോണുകൾ. 13. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം അയോണിക ബന്ധനം. 14. അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഉത്തരം വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണം.